وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അഖീദത്തുൽ വാസിത്തിയ്യയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ പേരുകളും വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന ആയത്തായി അദ്ദേഹം അടുത്തതായി ഉദ്ധരിച്ചിരിക്കുന്നു. വഖൗലു ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വതി അൽ മതീൻ. സൂറത്തു ദാരിയാത്തിലെ ആയത്താണിത്. ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിലാണുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വതിൽ മതീൻ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിൻവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. മാ ഉരീദു മിൻഹും റിസ്ഖിൻ, അവരിൽ നിന്ന് ഒരു റിസ്ക്കും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരെനിക്ക് ഭക്ഷണം നൽകണം എന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വതിൽ മതീൻ, മറിച്ച് അല്ലാഹുവാണ് ഹുവർ റസ്സാഖ്, അവനാണ് റസ്സാഖ്, റിസ്ഖ് നൽകുന്നവൻ. ദുൽ ഖുവ്വ, അവനാണ് ഖുവ്വത്തുള്ളവൻ, ശക്തിയുള്ളവൻ. അൽ മതീൻ, മതീൻ എന്നാലും ശക്തിയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം, ഏറ്റവും ബലമുള്ളവൻ, മറ്റാനത്തുള്ളവൻ. നോക്കൂ, ഈ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രധാനപ്പെട്ട ചില സിഫത്തുകൾ വന്നിരിക്കുന്നു. അതിലൊന്ന് അള്ളാഹുവിൻ്റെ റസ്ഖ് എന്ന സിഫത്താണ്. റസ്ഖ് എന്ന് പറഞ്ഞാൽ റിസ്ക് നൽകുക. റിസ്ക് എന്നത് ഉപജീവനമായി ലഭിക്കുന്ന കാര്യത്തിനാണ് പറയുക. ഉപജീവനം, അതെന്ത് പറയും? റിസ്ക്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കാണ് റിസ്ക് എന്ന് പറയുന്നത്. അള്ളാഹു നൽകുന്ന അന്നപാനീയങ്ങളും അവൻ നൽകുന്ന ഉപജീവനവുമെല്ലാം റിസ്ക്കാണ്. എന്നാൽ ആ റിസ്ക് നൽകുക എന്ന പ്രവർത്തിക്ക് എന്തു പറയും? റസ്ഖ്. മസ്ദർ അതാണ് റസ്ഖ്, റിസ്ക് നൽകുക. അതാണ് അള്ളാഹുവിൻ്റെ സിഫത്ത്. റസ്ഖാണ് അള്ളാഹുവിൻ്റെ വിശേഷണം. റിസ്ക് ആകട്ടെ അള്ളാഹു നൽകുന്ന അവൻ്റെ സൃഷ്ടിപ്പാണ് റിസ്ക്. റിസ്ക് സൃഷ്ടിയാണ്, മഖ്ലൂഖാണ്. എന്നാൽ റസ്ഖ് എന്നതോ അത് അള്ളാഹുവിൻ്റെ സിഫത്താണ്, അവൻ്റെ വിശേഷണമാണ്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. റിസ്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. റിസ്ക് അള്ളാഹു നൽകുന്ന അന്നപാനീയങ്ങൾ, ഇതിനൊക്കെയാണ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് നൽകുന്നവൻ എന്നതിൻ്റെ ഫആൽ വസിനിൽ, ഫആൽ രൂപത്തിൽ വന്ന വാക്കാണ് റസ്സാഖ്. റിസ്ക് നൽകുന്നവൻ എന്ന് പറയാൻ റാസിഖ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ റസ്സാഖ് എന്നാൽ ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ റിസ്ക് അത് അറ്റമില്ലാത്ത റിസ്ഖാണ് അവൻ നൽകുക. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ്, ഭൂമിയിൽ ഒരു ജന്തുവുമില്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അള്ളാഹു അതിൻ്റെ റിസ്ഖ് ബാധ്യതയായി ഏറ്റിട്ടല്ലാതെ. വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ, അതിൻ്റെ താവളം അള്ളാഹു അറിയുന്നു, അത് മടങ്ങുന്ന ഇടം, കിടക്കാൻ പോകുന്ന സ്ഥലം അള്ളാഹു അറിയുന്നു, അത് ജീവിക്കുന്ന ഇടവും അത് മരിച്ചു കിടന്നാൽ അതിൻ്റെ ഖബർ എവിടെയാകും അതും അള്ളാഹു അറിയുന്നു. കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായൊരു കിതാബിലുണ്ട്. റബ്ബിൻ്റെ റിസ്ക് എന്നാൽ അത് രണ്ട് ഇനമാണ്. രണ്ട് ഇനമുണ്ട് അള്ളാഹുവിൻ്റെ റിസ്ക്. ഒന്ന് റിസ്ഖുൻ ആം, രണ്ട് റിസ്ഖുൻ ഖാസ്. ഒന്ന് റിസ്ഖുൻ ആം. റിസ്ഖുൻ ആം എന്ന് പറഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ലോകർക്ക് മുഴുവൻ നൽകുന്ന റിസ്ഖാണത്. മുസ്ലിമെന്നോ കാഫിറെന്നോ നല്ല സാലിഹായ മനുഷ്യനെന്നോ ഫാജിറായ മനുഷ്യനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ അള്ളാഹു നൽകുന്ന റിസ്ഖാണ് റിസ്ഖുൻ ആം. അതുകൊണ്ട് തന്നെ അതിൽ ഒരു മനുഷ്യൻ ഹലാലായി സമ്പാദിക്കുന്നതുമുണ്ടാകും,
ഒരാൾ ഹറാമായി സമ്പാദിക്കുന്നതും ഈ റിസ്ക്കിൽ ഉൾപ്പെടും. മനസ്സിലായില്ലേ? ഒരുവൻ ഹറാമായി സമ്പാദിച്ചു, ഒരാൾക്കും അള്ളാഹു ഇതെനിക്ക് തന്നു എന്നതുകൊണ്ട് ഇതെനിക്ക് ഹലാലാണ് എന്ന് പറയാൻ പാടില്ല. അറബികൾക്കിടയിൽ മോശമായൊരു ചൊല്ലുണ്ട്. അറബികൾക്കിടയിൽ, വിവരമില്ലാത്ത ആളുകൾക്കിടയിൽ അവർ പറഞ്ഞു വരാറുള്ള മോശമായൊരു ചൊല്ലാണ് അൽ ഹലാലു മഹല്ല ബിലിയത്ത്. അൽ ഹലാലു മഹല്ല ബിലിയത്ത്. ഹലാൽ എന്നാൽ കയ്യിൽ കിട്ടിയതാണ്, കൈ കിട്ടിയതൊക്കെ ഹലാലാണ്. മഹല്ല ബിലിയത്ത്, കയ്യിൽ വന്ന് വീണതൊക്കെ ഹലാലാണ്. ഹല്ല ബിലിയത്ത് എന്ന് പറഞ്ഞാൽ കയ്യിൽ വന്ന് വീണ. ഹലാൽ എന്ന വാക്കിനോട് സാദൃശ്യം ഉണ്ടല്ലോ അതിന്. അതുകൊണ്ട് അവർ പറയാറുണ്ട് അൽ ഹലാൽ മഹല്ല ബിലിയത്ത്, കൈ കിട്ടിയൊക്കെ ഹലാലാണ്. അത് അങ്ങേയറ്റം മോശമായ ഫിസ്കിൻ്റെ, തോന്നിവാസത്തിൻ്റെ വാക്കാണ്. അല്ല, കൈ കിട്ടിയൊക്കെ ഹലാലാവുകയില്ല. കയ്യിൽ കിട്ടിയത് ശരിയാണ്, റിസ്ഖുൻ ആം എന്ന അർത്ഥത്തിൽ അള്ളാഹ് നൽകിയ റിസ്ക്കാണത്. ഹറാമായി സമ്പാദിച്ചവനും അള്ളാഹുവിൻ്റെ വിധിയില്ലായിരുന്നുവെങ്കിൽ അത് കിട്ടില്ല, അവൻ്റെ പ്രാപഞ്ചികമായ വിധി. പക്ഷേ ശർഅൻ അള്ളാഹുവിൻ്റെ ദീനയായ വിധി അത് പാടില്ല എന്നാണ്. അതുകൊണ്ട് കയ്യിൽ കിട്ടിയത് കൊണ്ട് ഒരാൾക്ക് അത് റബ്ബ് എനിക്ക് തന്നതല്ലേ ഇത്, പിന്നെങ്ങനെ ഹറാമോ എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. അത് അള്ളാഹുവിൻ്റെ ആമായ റിസ്ക്കിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വതആല മുസ്ലിമെന്നോ കാഫറെന്നോ വ്യത്യാസമില്ലാതെ, അള്ളാഹുവിനെ അനുസരിക്കുന്നവനെന്നോ അനുസരിക്കാത്തവനെന്നോ വ്യത്യാസമില്ലാതെ പടപ്പുകൾക്കെല്ലാം ഏകുന്ന റിസ്ക്കാണ് റിസ്ഖുൻ ആം, ആമായ റിസ്ക്. ഇതിൽ മുസ്ലിമെന്നോ കാഫറെന്നോ വ്യത്യാസമില്ല. എന്നാൽ നോക്കൂ, റബ്ബ് നൽകുന്ന ഖാസായ ഒരു റിസ്ക്കുണ്ട്, ഖാസായ പ്രത്യേകമായ റിസ്ക്. അത് അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾക്ക് നൽകുന്ന, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ട് നൽകുന്ന ഇൽമ്, റബ്ബിനെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം റബ്ബിൻ്റെ റിസ്ക്കാണ്. പല ആളുകൾക്കും ഏത് റിസ്ക് മാത്രമേ അറിയുകയുള്ളൂ, തിന്നാനും കുടിക്കാനും കിട്ടുന്ന റിസ്ക് മാത്രമേ റിസ്ക്കായി പലരും കാണുന്നുള്ളൂ. സമ്പത്ത്, പണം കയ്യിൽ കിട്ടിയാൽ, ആ അന്നപാനീയങ്ങൾ കയ്യിൽ കിട്ടിയാൽ അത് മാത്രം റിസ്ക്കായി കാണും. ശരിയാണ്, അത് റിസ്ക്കാണ്, സംശയമില്ല, അള്ളാഹു നൽകുന്ന റിസ്ക് തന്നെ. പക്ഷെ അതിനപ്പുറമുള്ള റിസ്ക്കാണ് ഒരു മനുഷ്യന് ഈമാൻ അള്ളാഹു നൽകുക, റബ്ബ് നൽകുന്ന റിസ്ക്കാണ്. ബുദ്ധി മനുഷ്യന് അള്ളാഹു നൽകുന്ന റിസ്ക്കാണ്. അതുപോലെ ഇൽമ്, അറിവ് അള്ളാഹു നൽകുന്ന റിസ്ക്കാണ്, ശ്രേഷ്ഠമായ റിസ്ക്കാണത്. അതാകട്ടെ ഈമാനും അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അവൻ നൽകുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ റിസ്ക്, സമ്പത്ത് അവൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമല്ലാത്തവർക്കും നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്ത് അള്ളാഹു ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും നൽകും. വലാ യുഅ്തിൽ ഈമാന ഇല്ലാ മൻ അഹബ്. എന്നാൽ അള്ളാഹു ഈമാൻ അവൻ ഇഷ്ടമുള്ളവർക്കേ നൽകുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ അടയാളമാണ് അള്ളാഹു ഒരാൾക്ക് ഈമാൻ നൽകിയെന്നത്. അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ അടയാളമല്ല അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് നൽകിയെന്നത്. ഒരാൾക്ക് പൈസ ഉണ്ട് എന്നത് അള്ളാഹു അവനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണോ? അല്ല. അള്ളാഹു അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമല്ല. അള്ളാഹു പരീക്ഷണമായിട്ടാണ് ഈ ലോകത്ത് സമ്പത്ത് നൽകുക. പരീക്ഷണമായിട്ടാണ് അള്ളാഹു ഈ ലോകത്ത് സമ്പത്ത് നൽകുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ഫഅമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ, ഇദാ മബ്തലാഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് അവനെ പരീക്ഷിച്ചാൽ, ഫഅക്രമഹ, അള്ളാഹു അവന് ആദരവ് നൽകി അഥവാ അവന് സമ്പത്ത് നൽകിയാൽ, വനഅമ, അവന് സുഖസൗകര്യങ്ങൾ നൽകിയാൽ, അവൻ പറയും റബ്ബി അക്രമൻ, എൻ്റെ റബ്ബിദാ എന്നെ ബഹുമാനിച്ച് എനിക്ക് നൽകിയിരിക്കുക, അഥവാ റബ്ബിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് റബ്ബ് എനിക്ക് നൽകിയതാണ്. വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹ, എന്നാൽ അള്ളാഹു അവനെ പരീക്ഷിച്ചു, ഫഖദറ അലൈഹി റിസ്ഖഹ, അവൻ്റെ റിസ്ഖ് അള്ളാഹു കുടുക്കി കളഞ്ഞാൽ അവൻ പറയും റബ്ബി അഹാനൻ, എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു. എന്താണ് അടുത്ത ആയത്ത്? കല്ല, അങ്ങനെയല്ല കാര്യം. കല്ല, അതല്ല കാര്യം. മറിച്ച് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്ത് റിസ്ക് വിശാലമാക്കിയാൽ അത് പരീക്ഷണമാണ്, റിസ്ക് അള്ളാഹു കുടുക്കിയാൽ അതും പരീക്ഷണമാണ്. രണ്ടും പരീക്ഷണമാണ്. ഒരാൾക്ക് അള്ളാഹു വിശാലമാക്കി നൽകിയാൽ അവൻ ശുക്ർ കാണിക്കുന്നുണ്ടോ, നന്ദി കാണിക്കുന്നുണ്ടോ, ഏത് വഴിക്കാണ് ഉപയോഗിക്കുന്നത്, അത് പരീക്ഷിക്കാൻ. റബ്ബ് സുബ്ഹാനഹു വതആല കുടുക്കിക്കളഞ്ഞാൽ അവൻ സബർ കൈക്കൊള്ളുന്നുണ്ടോ,
ക്ഷമ കാണിക്കുന്നുണ്ടോ അതല്ല പൊറുതികേട് കാണിക്കുമോ ആ പരീക്ഷണം. രണ്ടും പരീക്ഷണമാണ്. അതല്ലാതെ അള്ളാഹു സമ്പത്ത് നൽകി എന്നത് ഒരിക്കലും ഒരുവനെ അള്ളാഹു സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായി എണ്ണാൻ സാധ്യമല്ല. നമുക്കറിയില്ല റബ്ബ് എന്തിനാണിത് കൊടുത്തതെന്ന്. എനിക്കെന്തിനാണ് തന്നത് എനിക്കറിയില്ല, നിനക്കെന്തിനാണ് തന്നത് എനിക്കറിയില്ല. സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ അധികാരം നൽകിയ ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്. ഫംനുൻ ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുത്തോളൂ, ഓ അംസിക് അല്ലെങ്കിൽ പിടിച്ചു വെച്ചോളൂ, കൊടുക്കുക. ബിഗൈരി ഹിസാബ് കണക്കില്ല, കണക്ക് ചോദിക്കില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സുലൈമാൻ അലൈഹിസ്സലാം. ഷാമിൽ താമസിക്കുന്ന സുലൈമാൻ അലൈഹിസ്സലാമിന് അതാ ഇപ്പുറത്ത് നേരിപ്പുറത്ത് യമനിൽ ഉള്ള അവിടെ സബയിലെ ഭരണാധികാരി ഒരു പെണ്ണിൻ്റെ, ബൽഖീസ് എന്ന പേരുള്ള സ്ത്രീയുടെ വലിയ സിംഹാസനം എടുത്തുകൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ സ്ത്രീ ആ സബ എന്ന് പറയുന്ന നാട്ടിൽ താമസിക്കുന്നുണ്ട്, അവിടുത്തെ ഭരണാധികാരിയാണ് എന്ന വിവരം ഹുദ്ഹുദ് എന്ന പക്ഷി സുലൈമാൻ അലൈഹിസ്സലാമിന് വന്ന് പറഞ്ഞു കൊടുത്തു. സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ അനുഗ്രഹമായിരുന്നു. അവിടുന്ന് തന്നെ പറഞ്ഞതുപോലെ ഉല്ലിംന മൻതിഖ അത്വയ്ർ വഊതീന മിൻ കുല്ലി ഷൈ. ഉല്ലിംന മൻതിഖ അത്വയ്ർ, നമുക്ക് പക്ഷികളുടെ സംസാരം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഊതീന മിൻ കുല്ലി ഷൈ, എല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഉറുമ്പിൻ്റെ സംസാരം സുലൈമാൻ അലൈഹിസ്സലാം കേൾക്കുകയുണ്ടായി. ഫതബസ്സമ ളാഹികൻ, അത് കേട്ട് ചിരിച്ചു. ഇങ്ങനെ ഹുദ്ഹുദ് സംസാരിച്ചു പറഞ്ഞു കൊടുത്തു. സൈന്യത്തിൽ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ സൈന്യത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈരി ഫഹും യൂസഊൻ. ജിന്നുകളും മനുഷ്യരും പക്ഷികളുമൊക്കെ യൂസഊൻ, പട്ടാളക്കാരെങ്ങനെയാണോ നിൽക്കുക, അണിയായി നിൽക്കുന്നത് പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നിൽക്കുന്നത് പോലെ ഈ സൈന്യമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ പക്ഷികളുടെ കൂട്ടത്തിൽ ഹുദ്ഹുദിനെ കാണാനില്ല. സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, എവിടെ വന്നെന്നെ കാരണം ബോധിപ്പിക്കണം ഈ പട്ടാളക്കാർക്കിടയിൽ വരാത്തതിന്, അല്ലെങ്കിൽ ഞാൻ അറുത്തുകളയും, അല്ലെങ്കിൽ ഞാൻ കടുത്ത ശിക്ഷ നൽകും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹുദ്ഹുദ് വന്ന് പറഞ്ഞു, ജിഅ്തുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ, ഞാൻ സബയിൽ നിന്ന് ഒരു നബഉമായിട്ടാണ് വന്നിട്ടുള്ളത്. സബയിൽ നിന്നൊരു നബഉമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സബ എന്ന നാട്ടിൽ നിന്ന് ഒരു വിവരവുമായി വന്നിരിക്കുന്നു. എന്നി വജത്തു ഇംറഅതൻ തംലികുഹും, അവിടെ അവരെ ഭരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. വഊതിയത് മിൻ കുല്ലി ഷൈ, എല്ലാ സമ്പത്തും നൽകപ്പെട്ടിട്ടുണ്ട് അവൾക്ക്. വലഹ അർശുൻ അദീം, അവൾക്ക് വലിയൊരു സിംഹാസനവുമുണ്ട്. എന്നിട്ട് ഹുദ്ഹുദ് പറയുകയാണ്, നോക്കൂ നിങ്ങൾ ആ പക്ഷിയുടെ വാക്ക്, വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശ്ശംസി മിൻ ദൂനില്ലാഹ് വസയ്യന ലഹും അശ്ശൈത്താനു അഅമാലഹും. അവർ അള്ളാഹുവിന് പുറമെ സൂര്യന് സാഷ്ടാംഗം നമിക്കുന്നവരായി, സുജൂദ് ചെയ്യുന്നവരായി ഞാൻ കണ്ടു. പിശാച് അവർക്ക് അവരുടെ പ്രവർത്തനം ഭംഗിയായി തോന്നിപ്പിച്ചിരിക്കുന്നു. ആ പക്ഷി ചോദിക്കാൻ, അല്ല യസ്ജുദു ലില്ലാഹില്ലദീ യുഖ്രിജുൽ ഖബഅ ഫിസ്സമാവാതി വൽ അർദ്, അവർക്ക് അള്ളാഹുവിന് സുജൂദ് ചെയ്തൂടെ? ഈ ഭൂമിയിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന, നിങ്ങൾ മറച്ചു വെക്കുന്നത് വെളിപ്പെടുത്തുന്നതുമെല്ലാം അറിയുന്ന റബ്ബിന്. നോക്കൂ, തൗഹീദ് സ്വീകരിക്കാത്തതിന് ആ ജനങ്ങൾ ആക്ഷേപിക്കാൻ ആര്? ഒരു പക്ഷി. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്ന ആ പ്രവർത്തനത്തെ ആക്ഷേപിച്ച് ഒരു പക്ഷി പറയും, അവർക്ക് അള്ളാഹുവിന് സുജൂദ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നു. ഹുദ്ഹുദ് എന്ന പക്ഷിക്ക് ഭൂമിക്കടിയിലുള്ള വെള്ളം പറക്കുമ്പോൾ വെള്ളമുള്ള ഇടം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. എന്നാൽ അതിനേക്കാൾ മറഞ്ഞിരിക്കുന്നത് അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. പക്ഷെ അത് പറഞ്ഞത് കാണാം, എല്ലാം മറഞ്ഞിരിക്കുന്നതും പുറത്തേക്ക് കൊണ്ടുവരുന്ന റബ്ബിന് അവർക്ക് സുജൂദ് ചെയ്തുകൂടെ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അദീം, അവൾക്ക് സിംഹാസനമുണ്ട്. പക്ഷേ ഏറ്റവും മഹത്തരമായ സിംഹാസനമുള്ളവനായ റബ്ബ് അവനല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല. സുലൈമാൻ അലൈഹിസ്സലാം പിന്നീട് ചരിത്രം പ്രസിദ്ധമാണ്. ഹുദ്ഹുദിൻ്റെ പക്കൽ അവൾക്കൊരു കത്തെഴുതി അയച്ചു മുസ്ലിമീങ്ങളായി വരാൻ. എന്നിട്ട് പിന്നീട് അവർ വരുന്നതിന് മുമ്പ് ആ സിംഹാസനം എവിടെ നിന്ന്? യമനിൽ നിന്ന് ഷാമിലേക്ക് കൊണ്ടുവരാൻ. രണ്ട് ഭാഗത്താണ്. അതുകൊണ്ടാണ് ഒന്നിന് യമനെന്നും ഷാമെന്നും പേര് തന്നെ. യമൻ എന്നാൽ അറേബ്യയുടെ
യമീൻ ഭാഗത്തുള്ളതാണ്, വലതു ഭാഗത്തുള്ളതാണ്. ഷാം എന്നാൽ അറേബ്യയുടെ അഷ്അം അഥവാ ഇടതു ഭാഗത്തുള്ളതാണ്. അറേബ്യയുടെ രണ്ട് ഭാഗത്താണ് യമനും ഷാമും. ഇവിടെ നിന്ന് അവിടേക്ക് എത്ര സമയം കൊണ്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്? കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കൊട്ടാരത്തിൽ ആ ഭാരിച്ച സിംഹാസനം ആ രൂപത്തിൽ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ സൈനികരിൽ ഒരാൾ, ജിന്നുകൾപ്പെട്ട ഒരു സൈനികനാണെന്നാണ് അതേക്കുറിച്ച് ധാരാളം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്, എത്തിച്ചു കൊടുത്തു. ഇത്രയും കണ്ടുപിടുത്തങ്ങൾ ലോകത്തുണ്ടായിട്ടുള്ള ഇക്കാലത്ത് പോലും ഇവിടെ മനുഷ്യനെത്തിപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? കണ്ണിമൊട്ടുന്ന നേരം കൊണ്ട് യമനിൽ നിന്ന് ഷാമിലേക്ക് ഇത്രയും ഭാരിച്ച ഒരു വസ്തു എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു. മനസ്സിലായില്ലേ? കഥയല്ല, സംഭവമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ അറിയിച്ചതാണ്. സുലൈമാൻ അലൈഹിസ്സലാം അത് മുന്നിൽ കണ്ടപ്പോൾ പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കാൻ ഇത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണെന്ന് സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു. ഇപ്പം ഇതൊക്കെ കിട്ടിയ അള്ളാഹുവിൻ്റെ ഒരു നബിയാണ് ഈ പറയുന്നത്. എന്ത്? എന്നെ പരീക്ഷിക്കാനാണ്. പിന്നെ എങ്ങനെയാണ് സമ്പത്ത് നൽകപ്പെട്ടാൽ ഒരാൾക്കിത് എൻ്റെ മേന്മ കൊണ്ട് അള്ളാഹുവിൻ്റെ ഞാൻ വലിയ സ്ഥാനമുള്ളത് കൊണ്ട് കിട്ടിയതാണ് എന്ന് പറയാൻ കഴിയുക? വേറെ ഒരാൾക്ക് സമ്പത്തില്ലാത്തതിൻ്റെ പേര് അള്ളാഹുവിങ്കിൽ അവന് വിലയില്ല എന്നൊരാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയുന്നവരുണ്ട്. അവൻ കൊള്ളാത്തവനായതുകൊണ്ടാണ് അവൻ്റെ കയ്യിൽ പണമില്ലാത്തത്. നമ്മുടെ കയ്യിലൊക്കെ നോക്ക്, നമ്മുടെ അള്ളാഹുവിങ്കിൽ നമുക്ക് സ്ഥാനമുള്ളത് കൊണ്ടാണ് തന്നത് എന്ന് ചിലപ്പോൾ നേർക്കുനേരെ പറഞ്ഞില്ലെങ്കിലും അവരുടെ വാക്കുകൾക്കിടയിൽ, വരികൾക്കിടയിൽ നമുക്കത് കേൾക്കാൻ കഴിയും. ഒരിക്കലും ശരിയല്ല. ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ആളുകൾ പൊതുവെ പ്രയത്നിക്കുന്നത്, അവർ ശ്രമിക്കുന്നത് രണ്ട് കാര്യം നേടിയെടുക്കാനാണ്. ഒന്ന് സമ്പത്ത്, ഒന്ന് അധികാരം. ഈ രണ്ട് നമ്മൾ ചരിത്രം എടുത്തു നോക്കിയാൽ വലിയ അധികാരമുള്ള ഒരുവൻ ഫിർഔനാണ്, അവൻ അള്ളാഹു മുക്കിക്കൊന്നു. വലിയ സമ്പത്തുണ്ടായ ഒരുവൻ ഖാറൂനാണ്, അള്ളാഹു അവനെ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അന്ത്യനാൾ വരെ അവൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇല്ലാ ചിന്തിച്ച് നോക്കി. ദുനിയാവിൽ ഈ രണ്ടിനു വേണ്ടിയാണ് ആളുകൾ പണിയെടുക്കുക. പക്ഷേ ഇത് കുറേ നൽകപ്പെട്ടിട്ട് ആളുകളുടെ സ്ഥിതി ഇതാണ്. അള്ളാഹു റഹ്മത്ത് ചൊരിഞ്ഞ ആളുകളല്ലാതെ സമ്പത്തും അധികാരവും ലഭിച്ചാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയില്ല. അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്തുണ്ടെങ്കിലാണ്. സമ്പത്തും അധികാരവും ഉണ്ടായാൽ അള്ളാഹുവിനെ ആളുകൾ സൂക്ഷിച്ച് വിനയത്തോടെ ജീവിക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ജഅൽ, അള്ളാഹുവെ ആൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസ്ക് റബ്ബേ നീ അത് മതിയായതാക്കണം എന്ന് പറഞ്ഞാൽ കൂടുതലും അല്ല കുറവല്ല, അതാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ നമുക്ക് കാണാം. കാരണം അത് പലപ്പോഴും ഒരാൾക്ക് ഗുണം ചെയ്യും. വല്ലാതെ അധികമുണ്ടായാൽ മോശമായി പോകാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ അതാഹ്. ഖദ് അഫ്ലഹ, ഒരുവൻ വിജയിച്ചിരിക്കുന്നു. മൻ അസ്ലം, ആരാണോ മുസ്ലിമായത്, വറുസിഖ കഫാഫൻ, അവൻ ആവശ്യമുള്ള റിസ്ക് അല്ലാഹു അവന് കൊടുക്കുകയും ചെയ്തു. ആവശ്യമുള്ളതുണ്ട്, ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ടതില്ല. വഖന്നഅഹു അല്ലാഹു ബിമാ അതാഹ്, ആ കിട്ടിയതിൽ അള്ളാഹു അവന് തൃപ്തിയും കൊടുത്തു. മനസ്സിൽ അള്ളാഹു തൃപ്തിയും കൊടുത്താൽ അവൻ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ അതാഹ് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പലപ്പോഴും അങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നബിമാർ പൊതുവെ ഇതാണ് ആഗ്രഹിക്കാറുള്ളത്, അവർക്ക് ആവശ്യമുള്ളത്. ആളുകളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യം വരരുത്, അവൻ്റെ കയ്യിലുള്ളത് വേണം. എന്നാൽ അതിലപ്പുറം അധികമായി ദുനിയാവിൽ അള്ളാഹുവിൻ്റെ നബിമാർ പൊതുവെ ആഗ്രഹിക്കുകയില്ല എന്നാണ് അവരുടെ പ്രത്യേകതയായി പണ്ഡിതന്മാർ പറഞ്ഞത്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ? മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ദുആയിൽ നോക്കൂ നിങ്ങൾ, റബ്ബേ നീ എനിക്ക് എൻ്റെ നാവിൻ്റെ കെട്ടഴിച്ച് തരണമേ, യഫ്ഖഹു ഖൗലി, എൻ്റെ വാക്ക് അവർക്ക് തിരിച്ചറിയാൻ. ചിലപ്പോൾ മുഫസ്സിറുകൾ പറയുകയുണ്ടായി, അവിടെ പോലും മൂസ അലൈഹി ഇസ്ലാം ദുആ ചെയ്ത റബ്ബേ എൻ്റെ വാക്ക് തിരിച്ചറിയാൻ മാത്രം
നീ എൻ്റെ കെട്ട് അഴിച്ചു തരണേ എന്ന് ദുആ ചെയ്തു എന്നാണ്. അത്രയും മതിയായത് കൊണ്ട്, ആവശ്യമുള്ളത് കൊണ്ട് അവർ മതിയാക്കാൻ അവരേറെ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് റിസ്ക് ഒരാൾക്ക് വിശാലമായി നൽകപ്പെട്ടാൽ, നല്ല സമ്പത്ത് നല്ല മനുഷ്യൻ്റെ കയ്യിൽ നല്ല കാര്യമാണ്, അള്ളാഹുവിന് ശുക്ർ കാണിക്കുക. പക്ഷെ കുറഞ്ഞു പോയാൽ ഒരിക്കലും നീ വെപ്രാളം കാണിക്കരുത്, നീ പൊറുതികേട് കാണിക്കരുത്, മറിച്ച് നീ അത് ഭംഗിയായി തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅജ്മിലു അത്തലബ്, നീ അത് ഭംഗിയായി റിസ്ക് തേടുക. ഭംഗിയായി തേടുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുന്നിൽ നിന്ദനായിക്കൊണ്ട് അത് തേടരുത്, ഹറാമായ നിലക്ക് തേടരുത്, മറിച്ച് നീ നിന്റെ അന്തസ് നിലനിർത്തുകയും മാന്യമായ നിലക്ക് അത് തേടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയുടെ അരികിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്ത് ചോദിച്ചു. നബി കൊടുത്തു. പിന്നെയും ചോദിച്ചു, പിന്നെയും കൊടുത്തു, പിന്നെയും ചോദിച്ചു, പിന്നെയും കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹക്കീം ഇന്ന ഹാദൽ മാല ഖദറത്തുൻ ഹൽവ. ഹക്കീം, ഈ സമ്പത്ത് എന്നത് പച്ചപ്പ് നിറഞ്ഞതും രുചികരവുമാണ് എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ളതാണ്, ആകർഷിക്കും, അനുഭവിക്കുമ്പോൾ രുചിയുമുണ്ടാകും. എന്നാൽ മൻ അഖദഹു ആരെങ്കിലും ഇത് നേടിയെടുത്താൽ എങ്ങനെ? ആളുകളുടെ മുന്നിൽ താണുകേണം നിൽക്കാതെ, ആളുകളോട് യാചിക്കാതെ ഇത് നേടിയെടുത്താൽ ബൂരിക ലഹു ഫീഹ്, അവനതിൽ ബറക്കത്ത് ലഭിക്കും. വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ, ആരെങ്കിലും ഇത് ആളുകളുടെ മുന്നിൽ താണുകേണ് യാചിച്ച് അങ്ങനെ വല്ല നിൽക്കും നേടിയെടുത്താൽ ലം യുബാറക് ലഹു ഫീഹ്, അവനിതിൽ ബറക്കത്ത് ലഭിക്കുകയില്ല. കല്ലദീ യഅകുൽ വലാ യശ്ബഅ, തിന്നിട്ട് വയറ് നിറയാത്തവനെ പോലെ, തിന്നും പക്ഷെ വയറ് നിറയുകയില്ല. അൽയദുൽ ഉലിയ ഖൈറും മിനൽ യദി സുഫ്ല, മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയിനേക്കാൾ നല്ലത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, മുകളിലുള്ള കൈ എന്നാൽ ഏതായിരിക്കും? കൊടുക്കുന്ന കൈ. താഴെയുള്ള കൈ എന്നാൽ എന്തായിരിക്കും? അല്ല, അലിയദു സായില, ചോദിക്കുന്ന കൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നത് ചോദിക്കുന്ന കൈ എന്നാണ്, വാങ്ങുന്ന കൈ എന്നല്ല. കാരണം ചോദിക്കാതെ ഒരാൾക്ക് റിസ്ക് വന്ന് കിട്ടിയേക്കും, അത് കുഴപ്പമില്ല. അലിയദു സായില, അതാണ് താഴെയുള്ള കൈ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ഇനി ഒരാളോടും ഇനി ഞാൻ ചോദിക്കുകയില്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് പഴയ സഹാബിമാർക്കുള്ള സമ്പത്തിൻ്റെ വിഹിതം, അവർക്കൊക്കെ നിശ്ചയിച്ച വിഹിതം, പണ്ട് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച പഴയ നബിയുടെ കാലം മുതലേ ഉള്ള ആളുകൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. ആ വിഹിതം കൊടുക്കാൻ ഹക്കീമിനെ വിളിച്ചപ്പോൾ ആ സഹാബി വരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് വിളിച്ചു ഉമറിൻ്റെ കാലത്ത്, അപ്പോഴും വരുന്നില്ല. ഉമർ പറഞ്ഞു, ഇതാ ജനങ്ങളെ, ഞാൻ ഹക്കീമിന് കൊടുക്കാനിട്ടല്ല കേട്ടോ, ഹക്കീം ഇബ്നു ഹിസാം വാങ്ങാൻ വരാനിട്ടാണ്. പക്ഷേ ഹദീസുകളിൽ കാണാം, ഹക്കീം ജനങ്ങളിൽ ഏറ്റവും സമ്പത്തുള്ള ആളുകളിൽ ഒരാളായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം, നബി ചോദിക്കരുത് എന്നാണ് പറഞ്ഞത്, പക്ഷേ അദ്ദേഹം വിളിച്ചിട്ടുകൂടി വരാത്ത നിലക്ക് കൂടുതൽ അതിൽ ശ്രദ്ധ കാണിച്ചു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യസ്തഇഫ യുഇഫഹുല്ലാഹ് വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്. യസ്തഇഫ, ആരെങ്കിലും ഇഫത്ത് പാലിച്ചാൽ, ആളുകളോട് ചോദിക്കാതിരിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ, യുഇഫഹുല്ലാഹ്, അങ്ങനെ ജീവിക്കാൻ അള്ളാഹു അവന് തൗഫീഖ് നൽകും. വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്, ആരെങ്കിലും ജനങ്ങളുടെ സഹായം എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ കയ്യിൽ ഉള്ളത് മതി എന്ന നിലക്ക് സമ്പന്നത നടിച്ചാൽ യുഗ്നിഹില്ലാഹ്, അള്ളാഹുവിന് സമ്പന്നത നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖ്റിൻ. ആരെങ്കിലും യാചനയുടെ വാതിൽ തുറന്നാൽ, ചോദ്യത്തിൻ്റെ വാതിൽ തുറന്നാൽ, ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖ്റിൻ, അള്ളാഹു ദാരിദ്ര്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും. അതുകൊണ്ടാണ് യാചകരെ നോക്കൂ നിങ്ങൾ, യാചകൻ യാചിച്ച് എപ്പോഴെങ്കിലും കോടീശ്വരനായി ആ യാചന നിർത്തിയതായി നമ്മൾ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവൻ എല്ലാ കാലത്തും ചോദിച്ചുകൊണ്ടിരിക്കും. 30 കൊല്ലം മുമ്പ് ജനങ്ങളോട് കൈനീട്ടി യാചിച്ചവൻ ഇപ്പോഴും യാചിക്കാനായിരിക്കും. കാരണം ഒരിക്കലും അവൻ്റെ ദാരിദ്ര്യം അവസാനിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഫതഹ അല്ലാഹു അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖ്റിൻ. ആരാണോ യാചനയുടെ വാതിൽ തുറന്നത്, അള്ളാഹു അവന് ദാരിദ്ര്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും. അതുകൊണ്ട് വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹ്, നീ അള്ളാഹുവിനോട് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് തേടുക. അള്ളാഹു ആകാശഭൂമികളുടെ ഖസാന മുഴുവൻ റബ്ബിൻ്റെ കയ്യിലാണ്. ഏത് പണക്കാരൻ ഈ ലോകത്ത് നീ കാണുന്നുണ്ടോ, കോടികൾ, ലോകത്തെ കോടീശ്വരന്മാരുടെ പട്ടിക എടുത്താൽ അതിൽ 1, 2, 3
ഏത് സ്ഥാനത്താകട്ടെ, അവൻ്റെ ഒക്കെ കയ്യിൽ, അവരുടെ ഒക്കെ കയ്യിൽ അള്ളാഹു കൊടുക്കാത്ത ഒരു നാണയത്തൊട്ട് പോലുമില്ല. അള്ളാഹു കൊടുത്തത് മാത്രമേ ഉള്ളൂ. അവർക്കെല്ലാം നൽകിയത് റബ്ബാണ്. ആ റബ്ബാണ് ഏറ്റവും ഖനി, അവനാണ് എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ. അതുകൊണ്ട് നീ അവനിലേക്ക് കൈകൾ ഉയർത്തുക. അസ്അലുല്ലാഹ മിൻ ഫദ്ലിഹ്, അള്ളാഹുവിനോട് അവൻ്റെ ഫദ്ലിൽ നിന്ന്, ഔദാര്യത്തിൽ നിങ്ങൾ ചോദിക്കൂ. അള്ളാഹുവാണ് പറയുന്നത്. അവൻ്റെ ഔദാര്യത്തിൽ നിങ്ങൾ റബ്ബിനോട് ചോദിക്കൂ, അള്ളാഹു നൽകും. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പലതും ഇന്നലകളിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ദുആകളായിരുന്നു. നമ്മൾ അനുഭവിക്കുന്ന എത്രയോ എത്രയോ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ദുആ ചെയ്ത കാര്യങ്ങൾ, പക്ഷേ നമ്മളത് മറന്നിട്ടുണ്ടാവും. നമ്മളതില്ലാതിരുന്ന കാലം, പ്രയാസപ്പെട്ടിരുന്ന കാലം സമ്പത്ത് ലഭിക്കുമ്പോൾ മറക്കും. അള്ളാഹു പറഞ്ഞതുപോലെ പ്രയാസം ബാധിച്ചാൽ മനുഷ്യൻ നിന്നും കിടന്നും ഇരുന്നുമൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യും. എന്നാൽ അവൻ്റെ പ്രയാസം അള്ളാഹു നീക്കിയാൽ മറക്ക അല്ലം യദ്ഉന ഇലാ ദുർരി മസ്സഹ്, ആ പ്രയാസത്തിൻ്റെ പേരിൽ നമ്മളോട് അവൻ ദുആ ചെയ്തിട്ടേ ഇല്ല എന്നതുപോലെ അവൻ അതാ നീങ്ങിപ്പോവുകയാണ്. റബ്ബ് പറഞ്ഞ വാക്ക്, നിന്നും കിടന്നും ഇരുന്നും ഒക്കെ അള്ളാഹുവിനോട് തേടിയവനാണ് പ്രയാസം ഉണ്ടായപ്പോൾ. എന്നിട്ട് ആ പ്രയാസം അള്ളാഹു നീക്കിയപ്പോൾ മറ കഅല്ലം യദ്ഉന ഇലാ ദുർരി മസ്സഹ്, അവന് ബാധിച്ച പ്രയാസത്തിൻ്റെ പേരിൽ നമ്മോട് അവൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്നതുപോലെയുണ്ട് അവൻ്റെ പോക്ക് കാണാൻ. സുബ്ഹാനല്ലാഹ്, അത്ര അഹങ്കാരിയും എത്രമാത്രം അനുഗ്രഹങ്ങൾ മറന്നുപോകുന്നവനുമാണ് മനുഷ്യൻ. ഇത് ചിന്തിച്ചു നോക്ക്. റബ്ബാകട്ടെ അവൻ്റെ തിന്മകളുടെ പേരിലോ മറ്റോ വേഗം റിസ്ക് എടുത്തു നീക്കുന്നില്ല, മറിച്ച് അള്ളാഹു റിസ്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ റിസ്ക് എന്നാൽ അത് എന്ത് ചെയ്ത് അത് വൈകുന്നു എന്നതുകൊണ്ട് നിരാശപ്പെടാനോ മടുക്കാനോ പാടില്ല. മറിച്ച് അത് ആ സമയത്തായിരിക്കും, അപ്പോഴായിരിക്കും ആ ലഭിക്കേണ്ട ഖൈറായ സമയം ആയിട്ടുണ്ടാവുകയില്ല. എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ ഖൈറാണെന്ന് വിചാരിക്കും, പക്ഷെ അത് ഷർറായിരിക്കും നമുക്ക് കിട്ടിയാൽ. അത് ലഭിക്കേണ്ട സമയമുണ്ടാകും, അത് കിട്ടേണ്ട നേരമുണ്ടാകും, അപ്പോൾ അത് ലഭിക്കുന്നതാണ് ഏറ്റവും ഖൈർ. റബ്ബ് ഹക്കീമായ എല്ലാ ഹിക്മത്തുമുള്ള, നിൻ്റെ ഉമ്മയേക്കാൾ നിന്നോട് റഹ്മത്തുള്ളവനാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നോക്കൂ, റബ്ബിൻ്റെ റിസ്ക് എന്നാൽ പലരും മനസ്സിലാക്കിയതുപോലെ അത് കേവലം സമ്പത്ത് മാത്രമല്ല, മറിച്ച് പലതും അള്ളാഹുവിൻ്റെ റിസ്ക്കാണ്. നോക്കൂ, നിനക്ക് നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, നീ എവിടേക്കെങ്കിലും പോയാൽ നിന്റെ വരവ് കാത്തിരിക്കുന്ന ഒരു ഇണ നിനക്കുണ്ട്, അള്ളാഹുവിൻ്റെ റിസ്ക്കാണ്. സഹോദരൻ, നിന്നെ സ്നേഹിക്കുന്ന മക്കൾ നിനക്കുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ റിസ്ക്കാണത്. നിന്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, നല്ല സുഹൃത്തുക്കൾ, റബ്ബ് നൽകിയാണ് ഇതെല്ലാം. അതല്ലാതെ അത് റബ്ബ് നൽകിയില്ലായിരുന്നു ഇതൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ഒന്നുമില്ല, അള്ളാഹു നൽകാത്തതൊന്നും നമ്മുടെ പക്കലില്ല. ഔറത്ത് മറക്കാൻ നിന്റെ കയ്യിൽ വസ്ത്രമുണ്ടോ? അള്ളാഹു നൽകിയ റിസ്ക്കാണ്. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ വസ്ത്രമില്ലാത്ത സഹാബിമാരുണ്ടായിരുന്നു. അവരുടെ വസ്ത്രം എന്നാൽ ഒരു തുണിയായിരുന്നു, ഒരു തുണി. എന്നിട്ട് ബുഖാരിയിൽ നമുക്ക് കാണാം, ചെറിയ കുട്ടികൾ കെട്ടുന്നത് പോലെ ആ തുണി ഇങ്ങനെ അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ കഴുത്തിൽ പിന്നിലേക്ക് കെട്ടിയിട്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കാൻ നിൽക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പറഞ്ഞു, പുരുഷന്മാർ സുജൂദിൽ നിന്ന് തലയുയർത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ തലയുയർത്തുക. എന്തിനു വേണ്ടി? സ്ത്രീകൾ പിന്നിൽ നിസ്കരിക്കാൻ, ഈ മുന്നിൽ നിസ്കരിക്കുന്ന സാധുക്കളുടെ ഔറത്ത് അവർ കാണാതിരിക്കാൻ. സഹീഹുൽ ബുഖാരി വന്നിട്ടുള്ളതാണ്, എന്ത് കുട്ടികൾ കെട്ടുന്നത് പോലെ. ഹദീസിലെ വാചകമാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ കെട്ടുന്നത് പോലെ അവർ ആ തുണിയുടെ രണ്ട് ഭാഗം പിരടിയിൽ കെട്ടിയിട്ട് ആ ഒരൊറ്റ തുണിയിലാണ് നിസ്കരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാണത്? ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്ത് അവരെ പോലെ ശ്രേഷ്ഠരായ മറ്റാരുമില്ല. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അല്ലെ, ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, എനിക്ക് അബൂ അബി താലിബിൽ എനിക്കറിയാം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്ന സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ പട്ടിണി കിടന്ന സമയമുണ്ട്. ബിലാൽ കക്ഷത്തിൽ വെച്ച് ഒളിച്ചു വെച്ച് കൊണ്ടുവരുന്ന ഭക്ഷണം അതുമാത്രം കഴിച്ചു കഴിഞ്ഞുകൂടിയ സമയം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരിക്കലും രണ്ടു നേരം ഭക്ഷണം വെച്ച ദിവസം ഉണ്ടായിട്ടില്ല. നമ്മൾ ഹിലാലിങ്ങനെ കാണും, മാസങ്ങൾ കഴിഞ്ഞു പോകും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ലായിരുന്നു. ഒക്കെ നിങ്ങൾ അതുകൊണ്ട് നിന്റെ റിസ്ക് എന്തെങ്കിലും നിന്റെ ഒരു അത്യാവശ്യമോ അല്ലെങ്കിൽ നീ ഇന്ന് കിട്ടിയില്ലെങ്കിൽ പട്ടിണിയിൽ മരിച്ചോ എന്നൊന്നുമല്ല, മറിച്ച് നിന്റെ ചില ആഗ്രഹങ്ങൾ അത് വൈകിപ്പോയതിൻ്റെ പേരിലോ നീണ്ടുപോയതിൻ്റെ പേരിലോ എന്താണ് നീ റബ്ബിനെ കുറിച്ച് വിചാരിക്കുന്നത്?
അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്ക് അവകാശപ്പെട്ടത് നൽകാതിരിക്കുമെന്നോ? അള്ളാഹുവിന് നിന്നോട് റഹ്മത്തില്ല എന്നോ? ഒരിക്കലുമല്ല. ഈ ദുനിയാവിന് റബ്ബ് സുബ്ഹാനഹു വ തആല അത്രേ വില നൽകിയിട്ടുള്ളൂ. അള്ളാഹു നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അനുഭവിച്ചാണ്, ആസ്വദിച്ചാണ് നമ്മൾ കഴിയുന്നത് എന്ന കാര്യം ആലോചിക്കുക. യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശ വലിബാസു തഖ്വ ദാലിക ഖൈർ. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, നാം നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. യുവാരി സൗആതികും, നിങ്ങളുടെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രവും, വരീശ, രീഷ എന്നാൽ എന്താണ്? അതിൻ്റെ മുകളിൽ ധരിക്കുന്ന വസ്ത്രവും. നമ്മളെല്ലാവരും ഔറത്ത് മറയാനുള്ള വസ്ത്രം മാത്രം ധരിച്ചിട്ടല്ല നമ്മൾ ഒരാൾ പോലും ഇവിടെ ഇരിക്കുന്നത്, മറിച്ച് അതിന് മുകളിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അതാണ് റീഷ് എന്ന് പറഞ്ഞാൽ. ആളുകളുടെ മുന്നിലിറങ്ങുമ്പോൾ, പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ധരിക്കുന്ന മാന്യമായ വസ്ത്രം. നോക്കൂ, റബ്ബ് ഇത് നൽകിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതുഹു, നിങ്ങളെല്ലാം പട്ടിണിയിലാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ. ഫസ്തത്ഇമൂനി ഉത്ഇംകും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം, ആഹാരം നൽകാം. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, കുല്ലുക്കും ആരിൻ, നിങ്ങളെല്ലാവരും വസ്ത്രമില്ലാത്ത നഗ്നരാണ്, വിവസ്ത്രരാണ്. ഇല്ലാ മൻ കസൗതുഹു, ഞാൻ വസ്ത്രം നൽകിയവരൊഴികെ. ഫസ്തക്സൂനി അക്സുക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം പുതപ്പിക്കാം. യാ ഇബാദി കുല്ലുക്കും ദാല്ലുൻ, ഓ എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാം ദലാലത്തിലാണ്, വഴികേടിലാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ സന്മാർഗത്തിലാക്കിയവരൊഴികെ. ഫസ്തഹ്ദൂനി അഹ്ദിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. അള്ളാഹു പറയാം, റബ്ബ് തന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നമ്മുടെ പക്കലില്ല. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല. നിസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിച്ച് ഒരു സുജൂദ് പോലും റബ്ബിന് ചെയ്യാതെ, ഒരു വുദൂഇന്റെ വെള്ളം പോലും ഒരിക്കലും തൻ്റെ മുഖത്ത് സ്പർശിക്കാതെ മരിച്ച് അങ്ങനെ മണ്ണടിഞ്ഞു പോയ എത്ര ആളുകളുണ്ട്. അള്ളാഹുവിനോട് സുജൂദ് ചെയ്യാൻ, അവനോട് ദുആ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി, അള്ളാഹു ഭക്ഷണമേകി, അള്ളാഹു വസ്ത്രമേകി. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകി. സലഫുകളിൽ ചിലരുടെ അരികിൽ ചില ആളുകൾ വന്നിട്ട് ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിന്റെ കണ്ണ് ഇത്ര ദിനാറിന് നീ തരുമോ? ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുമോ? ഇല്ല. ചെവി കൊടുക്കുമോ? ഇല്ല. ഓരോരോ അവയവങ്ങളായി ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, കോടിക്കണക്കിന് ദീനാറും കൊണ്ടാണല്ലോ ഈ നടക്കുന്നത്, കോടിക്കണക്കിന് രൂപയും കൊണ്ടാണല്ലോ ഈ നടക്കുന്നത്. ഇതൊന്നും എത്ര കോടി തന്നാലും നീ കൊടുക്കുകയില്ല. നിങ്ങളും ചിന്തിച്ച് നോക്കി, നമ്മളൊരു കുട്ടിയെ ഒരാൾ പറഞ്ഞു ഇത്ര കോടി തരാം, നമ്മൾ കൊടുക്കുമോ? ഇല്ലല്ലോ. അല്ലാഹു റബ്ബുൽ ആലമീൻ കോടികളെക്കാൾ വിലപ്പെട്ട എന്തെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ച് നോക്കൂ. ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് പോകുന്നത് എത്ര ലളിതമായൊരു പ്രക്രിയയായിട്ടാണ് നമുക്ക് നടന്നു പോകുന്നത്. നമ്മൾ എണ്ണുന്നില്ല. എന്തുകൊണ്ടാണ് എണ്ണാത്തത്? ബോധവാന്മാരാകാത്തത്. കാരണം അത് അത്രയും സുഗമമായി നടന്നു പോകുന്നതാണ്, അറിയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ വലിക്കുന്നതിനും അതുപോലെ പുറത്തേക്ക് വിടുന്നതിനുമെല്ലാം പണം കൊടുക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. ചിന്തിച്ചു നോക്കൂ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് എത്ര വലുതാണ്. റബ്ബിൻ്റെ നിഅമത്ത് അത് എണ്ണാൻ സാധിക്കാത്ത. നീ എവിടേക്ക് നോക്കിയാലും, മുകളിലേക്കും താഴേക്കും മുന്നിലേക്കും പിന്നിലേക്കും വലത്തോട്ടും ഇടത്തോട്ടും എല്ലാം നോക്കിയാൽ നിനക്ക് കാണാൻ കഴിയുക അള്ളാഹുവിൻ്റെ നിഅമത്താണ്. എങ്ങോട്ട് നോക്കിക്കോളും. അള്ളാഹുവിൻ്റെ നിഅമത്ത് കണ്ണ് തുറന്ന് നോക്കിയാൽ നിനക്ക് കാണാൻ സാധിക്കും. എവിടെയും റബ്ബ് അത് നീക്കി കളഞ്ഞാൽ നിനക്ക് മനസ്സിലാവും എന്തായിരുന്നു പോയത്, എന്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റിസ്ക് അതിൻ്റെ വില നമ്മൾ അറിയണം. അള്ളാഹുവിൻ്റെ റിസ്ക് എന്നാൽ കേവലം തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നത് മാത്രമല്ല എന്നറിയാം, അത് വലുതാണ്. അതോടൊപ്പം ഒരുപാട് നിഅമത്തുകൾ വേറെയുമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു 30-ലധികം നിഅമത്തുകൾ നിനക്ക് നിൻ്റെ ഒരു ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ച് അതിങ്ങനെ നീ കയ്യിലെടുത്ത് വായിലേക്ക് വെച്ച് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ 30-ലധികം നിഅമത്തുകൾ നിനക്ക് അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ എണ്ണാൻ സാധിക്കുമെന്ന്. അത് അള്ളാഹു മുളപ്പിച്ചത് മുതൽ, അത് കായ്ച്ചത് മുതൽ, അത് കൊണ്ടുവന്നത് മുതൽ, അത് വാങ്ങാൻ നിനക്ക് സാധിച്ചത് മുതൽ, പാകം ചെയ്യാൻ സാധിച്ചത് മുതൽ, അത് വായിലേക്ക് വെക്കാൻ സാധിച്ചത് മുതൽ, വായിൽ അതിന് രുചി അനുഭവിക്കാൻ സാധിച്ചത് മുതൽ, അത് സുഗമമായി ഉള്ളിലേക്ക് ഇറങ്ങിയത് മുതൽ, അത് പിന്നെ നന്നായി പുറത്തേക്ക് പോയത് മുതൽ, എത്ര സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കിടക്കാൻ നേരം ചൊല്ലുമായിരുന്നു,
അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. അല്ലദി അത്അമന, നമുക്ക് ഭക്ഷണമേകിയവൻ. വസഖാന, നമുക്ക് വെള്ളമേകിയവൻ. വകഫാന, നമുക്കവൻ മതിയാക്കി തന്നിരിക്കും, മതിയായത് അവൻ നൽകിയിരിക്കുന്നു, അവൻ നമുക്ക് മതിയായവനാണ്. വആവാന, നമുക്കവൻ ഈ അഭയമേകിയിരിക്കുന്നു. കയറിക്കിടക്കാൻ തണലോ വെയിലോ മഴയോ കൊള്ളാത്തൊരു കൂര നിനക്കുണ്ട്, നിന്റെ സ്വന്തമാകണമെന്നില്ല. കയറിക്കിടക്കാൻ ഒരു കൂരയുണ്ടോ? കഫാന വആവാന, അല്ലാഹു നമുക്ക് ഈ അഭയം നൽകിയിരിക്കുന്നു. ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി, എത്ര ആളുകളുണ്ട് അവന് മതിയായത് നൽകാൻ ആരുമില്ലാത്ത, അവന് ഒരു കൂരയില്ലാത്ത, ഒരു അഭയകേന്ദ്രമില്ലാത്ത എത്ര ആളുകളുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നു എന്നാണ്. രാത്രി കിടക്കുമ്പോൾ ചിന്തിച്ച് നോക്ക്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി عنده قوت يومه فكأنما حيزت له الدنيا بحذافيرها. ആർക്കെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ താൻ ജീവിക്കുന്ന സ്ഥലത്ത് നിർഭയനാണ്, പേടിക്കാനൊന്നുമില്ല, യുദ്ധവിമാനങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല, ബോംബുകളുടെ ശബ്ദം കേൾക്കുന്നില്ല, നിർഭയനാണ്. മുആഫൻ ഫി ജസദ്, ശരീരത്തിൽ ആരോഗ്യവുമുണ്ട്. ഇൻദഹു ഖൂതു യൗമിഹി, അന്ന് കഴിക്കാനുള്ള ഭക്ഷണവുമുണ്ട്. എങ്കിൽ ഫകഅന്നമാ ഹൈസത് ലഹു ദുനിയ ബിഹദാഫീരിഹാ, ദുനിയാവ് ഒന്നാകെ കിട്ടിയവനെ പോലെയാണ് അവൻ, ലോകം ഒന്നാകെ കിട്ടിയവനെ പോലെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ശുക്ർ നിറയട്ടെ ഹൃദയങ്ങളിൽ. റബ്ബിനെക്കുറിച്ച് മോശമായതൊന്നും ഒരു നിമിഷ നേരത്തേക്ക് പോലും, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നിന്റെ കൽബിൽ വന്നു പോകരുത്. നിനക്കുള്ള എല്ലാ ഖൈറും മുഴുവൻ ഖൈറും അള്ളാഹു നൽകിയതാണ്. നിന്റെ നഫ്സിലാകട്ടെ ഉള്ളത് മോശം കാര്യമാണ്, നീ മോശം ചിന്തിക്കേണ്ടത് നിന്നെ കുറിച്ചാണ്, നിന്റെ നഫ്സിനെ കുറിച്ചാണ്. അതിൽ വല്ല ഖൈറുമുണ്ട്, അത് റബ്ബ് തന്നതാണ്. അവനവനെ കുറിച്ച്, നഫ്സിനെ കുറിച്ച് നീ മോശം വിചാരിക്കുക, തിന്മകളെ കുറിച്ച് ആലോചിക്കുക. അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും സഹോദരങ്ങളെ മോശമായത് വിചാരിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അന ഇൻദ ظن അബ്ദി ബി, ഞാൻ എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നോ അങ്ങനെയാണ്. ഫലിയദുന്ന അബ്ദി ബി മാ യശാ, അതുകൊണ്ട് എൻ്റെ അടിമ എന്നെ കുറിച്ച് അവൻ ഉദ്ദേശിക്കുന്ന വിചാരിച്ചോളട്ടെ. അവൻ എങ്ങനെ വിചാരിക്കുന്നോ ഞാൻ അവൻ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്നെ കുറിച്ച് വിചാരിക്കട്ടെ. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ സ്മരിച്ചാൽ ഞാൻ അവൻ്റെ കൂടെയുണ്ട്. വദക്കറനി ഫി നഫ്സിഹി ദക്കർതുഹു ഫി നഫ്സി, അവൻ്റെ മനസ്സിൽ എന്നെ സ്മരിച്ചാൽ ഞാൻ അവനെ സ്മരിക്കും. വദക്കറനി ഫി മലഇൻ ദക്കർതുഹു ഫി മലഇൻ ഹും ഖൈറും മിൻഹും, അവൻ ഏതെങ്കിലും ഒരു കൂട്ടർക്കിടയിൽ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവരെക്കാൾ നല്ല കൂട്ടർക്കരികിൽ അവനെക്കുറിച്ച് പറയുന്നതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെക്കുറിച്ച് അവൻ്റെ അരികിലുള്ള ഏറ്റവും നല്ല സംഘത്തോട് പറയുമാറാകട്ടെ. ആ നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മെക്കുറിച്ച് പറയുക എന്നതിനോളം വലിയ ശ്രേഷ്ഠത ദിക്റിന് വേണ്ടതില്ല എന്നാണ്. അത് മാത്രം മതി. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ സ്മരിക്കൂ, ഞാൻ നിങ്ങളെ സ്മരിക്കാം. ദിക്റിന് ഈ ഒരൊറ്റ ശ്രേഷ്ഠത മാത്രമേ ഉള്ളൂ എങ്കിൽ മാത്രം മതി. റബ്ബ് നമ്മെക്കുറിച്ച് പറയുക എന്നത്, അള്ളാഹു നമ്മെക്കുറിച്ച് പറയുക എന്നത്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിനക്ക് ലം യകുനിൽ ലദീന കഫറു ഓതിത്തരാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. ഉബൈ ചോദിച്ചു, നബിയെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ പറഞ്ഞിരിക്കുന്നു. ഉബൈ കരയുകയാണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അള്ളാഹു നിന്നെക്കുറിച്ച് പറയുക എന്നത് എത്ര വലുതാണ്. അതുകൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ശുക്ർ, അവനോടുള്ള നന്ദി, അത് മനസ്സിലെപ്പോഴും നിറയുക. അള്ളാഹുവിൻ്റെ അടിമകളിൽ വളരെ കുറവാണ് കൂട്ടർ. വഖലീലു മിൻ ഇബാദിയ ശകൂർ, അള്ളാഹു പറഞ്ഞു എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ കുറവാണ്. നന്ദി കാണിച്ചാൽ തന്നെ നന്ദി കുറവായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മ ഷാകിറ വ ഇമ്മ കഫൂറ. മനുഷ്യൻ ഒന്നുകിൽ ഷാകിറ, നന്ദി കാണിക്കുന്നവനാണ്, വ ഇമ്മ കഫൂറ, അല്ലെങ്കിൽ അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. കഫൂർ എന്ന പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഷക്കൂർ എന്നാണ് പറയേണ്ടത്. പക്ഷെ അള്ളാഹു പറഞ്ഞത് നന്ദി കാണിക്കുന്നവരെ കുറിച്ച് ഷാക്കിർ, കുഫറിനെ കുറിച്ചാണെങ്കിൽ കഫൂർ. ഷക്കൂർ എന്ന് പറഞ്ഞാൽ അത്
അതിയായ നന്ദി കാണിക്കുന്നവനാണ് എന്നാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. കാരണം മനുഷ്യൻ്റെ നന്ദി അത് വളരെ കുറവാണ്. അള്ളാഹുവിനോടുള്ള ശുക്ർ വളരെ വളരെ കുറവാണ്. അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ടാണ് നമ്മൾക്ക് അവൻ അൽഹംദുലില്ലാഹ് എന്ന വാക്ക് തന്നെ വലിയ ശുക്റിൻ്റെ ഭാഗമാക്കി തന്നത്. കാരണം നിനക്ക് അള്ളാഹുവിന് അതേ ചെയ്യാൻ സാധിക്കുള്ളൂ. റബ്ബിന് എന്തെങ്കിലും ഉപകാരം നിനക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ സാധ്യമല്ല. പടപ്പുകളാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും മുക്കാഫത്ത് അങ്ങോട്ട് കൊടുക്കാമായിരുന്നു. ഇങ്ങോട്ട് ഉപകാരം ചെയ്ത ആൾക്ക് അങ്ങോട്ട് ഉപകാരം എന്തെങ്കിലും ചെയ്തു കൊടുക്കാമായിരുന്നു. അങ്ങനെ ചെയ്യണമെന്നാണ്. സാധിച്ചല്ല എങ്കിൽ പ്രത്യുപകാരം ചെയ്തു എന്ന് തോന്നുവോളം അവന് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണമെന്നാണ്. അപ്പോൾ നോക്കൂ, എല്ലാ റബ്ബിന് എന്ത് ചെയ്തു കൊടുക്കാനാണ്? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഹംദിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് സ്വീകരിച്ച് വലിയ പ്രതിഫലം നൽകും എന്നാണ്. അതുകൊണ്ട് റബ്ബിൻ്റെ റിസ്ക് തിരിച്ചറിയുക. റബ്ബിൻ്റെ റിസ്ക് ഓരോന്നിലും ഉണ്ട് എന്നറിയുക. രണ്ട് കാലം നടന്നു പോകാൻ സാധിക്കുന്നുണ്ട് വീട്ടിലേക്ക്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അവൻ്റെ നിഅമത്താണ്, അവൻ നൽകിയ റിസ്ക്കാണ് ആരോഗ്യം. ഭക്ഷണം കഴിച്ചാൽ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്, റബ്ബ് നൽകിയ റിസ്ക്കാണ്. അത് പുറത്തേക്ക് പോകാൻ വഴിയുണ്ട്, അതിൻ്റെ അവശിഷ്ടങ്ങൾ. അള്ളാഹു നൽകിയ റിസ്ക്കിൻ്റെ ഭാഗമാണ് ആരോഗ്യം. ഇത് ശരിക്കും മനസ്സിലാക്കുക. റിസ്ഖുൻ ആം, റിസ്ഖുൻ ഖാസ്, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതുപോലെ റിസ്ഖിന് അള്ളാഹുവിന് തേടുക. അള്ളാഹുവാണ് റസ്സാഖ് എന്ന് മനസ്സിലായാൽ റിസ്ഖിന് അള്ളാഹുവിനോട് തേടുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞതായി ഖുർആനിൽ നമുക്ക് കാണാം, ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറൂ ലഹ്. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ റിസ്ക് തേടുക, അവൻ ഇബാദത്ത് ചെയ്യുക, അവന് നന്ദി കാണിക്കുക. നോക്കൂ, റബ്ബാണ് റസ്സാഖ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് റിസ്ക് തേടിപ്പോകാൻ സാധിക്കുക? ശിർക്കിൻ്റെ വക്താക്കൾ നോക്കൂ, റിസ്ക് ലഭിക്കാൻ അവർ തൗഹീദിന് വിരുദ്ധമായ വഴികൾ സ്വീകരിക്കുന്നത് കാണാം. മക്കൾ കിട്ടാൻ ചില ദർഗകൾക്ക് ചുറ്റുമുള്ള മരങ്ങൾക്ക്, അതിനെ ചുറ്റിപ്പറ്റിയ മരങ്ങളിൽ ഊഞ്ഞാല് കെട്ടി കൊടുക്കുക. മനസ്സിലായില്ലേ? ആരാണ് റിസ്ക് നൽകുന്നത് എന്നതിൽ പോലും, റുബൂബിയത്തിൽ പോലും ശിർക്ക് വെക്കുന്ന ആളുകളിൽ ഈ ഉമ്മത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നവരുണ്ടെന്ന് നഊദു ബില്ലാഹ്. അബൂജഹലിന് പോലും തർക്കമുണ്ടായിട്ടില്ല ആ കാര്യത്തിൽ. റാസിഖ് ആരാണ് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറഞ്ഞിരുന്നു മക്കാ മുശ്രിക്കുകൾ. പക്ഷേ നോക്കൂ, ചില മാലമൗലിദികളിൽ കഥ കാണാം. മുഹീദ്ദീൻ ഷെയ്ഖ് അള്ളാഹു കുട്ടികളെ കൊടുക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാൾക്ക് അള്ളാഹു പറഞ്ഞു ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദ് പോയി തിരുത്തി എന്നാണ് വലിയ. യാ സുബ്ഹാനല്ലാഹ്, അബൂജഹലിനെ കടത്തിവിട്ടുന്ന ശിർക്കാണ് ഈ പറഞ്ഞത്. ഇത് നോക്കൂ, റബ്ബാണ് റിസ്ക് നൽകുന്നത് എന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയോ? പോരാ, നീ റിസ്ക് തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. നമസ്കാരത്തിന് നമ്മൾ തേടുന്നില്ലേ, വർസുഖ്നി, അള്ളാഹു എനിക്ക് റിസ്ക് നൽകിയതാണ്. അല്ലാഹു മഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി, ഈ 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത പഠിപ്പിച്ച ദുആകളാണ്. അല്ലാഹു മഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി, ഇടയ്ക്കിടെ തേടിക്കൊണ്ടിരിക്കുക, വളരെ നല്ല കാര്യമാണ്. അല്ലാഹു മഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്ത് നൽകണമേ, വർഹംനി, റഹ്മത്ത് നൽകണമേ, വആഫിനി, എനിക്ക് ആഫിയത്ത് നൽകണമേ, ആരോഗ്യം നൽകണമേ, വർസുഖ്നി, റിസ്ക് നൽകണമേ. അതിൻ്റെ കൂടെ അല്ലാഹു മഹ്ദിനി എന്നുകൂടി തേടിയാൽ വളരെ നല്ലതാണ്. അതിന് മുന്നേ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ അർഹംനി, അല്ലാഹുമ്മ ആഫിനി, അല്ലാഹുമ്മ അർസുഖ്നി, അല്ലാഹുമ്മ ഹ്ദിനി. അതിൻ്റെ കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുകൂടി ചൊല്ലിയാൽ വളരെ വളരെ നല്ലതാണ്. ഇങ്ങനെ വർദ്ധിക്കുന്നതിനെ കൂടുതൽ ഖൈറാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹുവിനോട് മാത്രം റിസ്ക് തേടേണ്ടവരാണ്. റബ്ബല്ലാത്തവരിൽ ചില ദർഗകളിൽ വല്ലതും കൊണ്ടുപോയി വെച്ചാൽ അവൻ്റെ റിസ്ക് വർദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ, ഈ റിസ്കിൻ്റെ എത്ര ആളുകളാണ് ജനങ്ങൾ പറ്റിക്കാറുള്ളത് അല്ലേ? പണം ഇരട്ടിപ്പിക്കും എന്ന് പറയുന്നു, അങ്ങനെ പലതും. പൂജകൾ നടത്തി നിധിയുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഈ റിസ്ക് എന്ന് പറയുന്നത് നോക്കും, മനുഷ്യനെ ഷിർക്കിൽ, റിസ്കിനോടുള്ള അതിയായ ആഗ്രഹം, സമ്പത്തിനുള്ള ആഗ്രഹം, എത്ര ആളുകളാണ് ഷിർക്കിലെത്തിച്ചിട്ടുള്ളത്. സമ്പത്തിനോടുള്ള കൊതി കാരണത്താൽ റിസ്ക്, ഭാഗ്യമോതിരങ്ങൾ അല്ലേ, ചില എണ്ണം 6 or 9 കല്ലുകളുള്ള എണ്ണങ്ങൾ, നവരത്നങ്ങളുടെ അത് പതിച്ച മോതിരം അണിഞ്ഞാൽ ഐശ്വര്യം ലഭിക്കും, സമ്പത്തിൽ ഐശ്വര്യം ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഷിർക്കാണിത്. ആ മോതിരത്തിന് നിനക്ക് റിസ്ക് കൊണ്ടുവരാൻ
കഴിയില്ല. അള്ളാഹു മാത്രമാണ് നിനക്ക് റിസ്ക് നൽകുന്നവൻ. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ക്, അള്ളാഹുവിനോട് റിസ്ക് തേടൂ, നിങ്ങൾ അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക, റിസ്ക് തേട്. അതല്ലാതെ ഒരു ഇലാഹും മരിച്ചിടക്കുന്ന ഒരു മനുഷ്യനും നിനക്ക് റിസ്ക് നേടിത്തരികയില്ല. മരിച്ചിടക്കുന്നവൻ ദുനിയാവിൽ ഉള്ളവർക്ക് ഉപകാരം നേടിക്കൊടുക്കാൻ മരിച്ചവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് മരിച്ചവരുടെ അമൽ തീർന്നു, മൂന്നേന് അവർക്ക് പ്രയോജനപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ നബി എന്ത് പറഞ്ഞിട്ടില്ല? ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരം എന്ന് പറഞ്ഞിട്ടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസ് മനോഹരമായി തെളിവ് പിടിച്ചിരിക്കുന്നു. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാഅൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോയി. ഇല്ലാ മിൻ സലാസ്, മൂന്ന് കാര്യങ്ങളിൽ നിന്നൊഴികെ. എന്താണ്? അവൻ ചെയ്ത ജാരിയായ സദഖ, അതിൻ്റെ പ്രതിഫലം വന്നു കിട്ടിക്കൊണ്ടിരിക്കും. അവൻ പഠിപ്പിച്ച ഒരു വിജ്ഞാനം, ഉപകാരപ്രദമായ വിജ്ഞാനം, അത് പ്രാവർത്തികമാക്കപ്പെടുമ്പോൾ, പഠിപ്പിക്കപ്പെടുമ്പോൾ അയാളുടെ ഖബറിലേക്ക് പ്രതിഫലം എത്തും. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം, അതിൻ്റെ ഫലം മരിച്ച ആൾക്ക് എത്തും. ശരി, മരിച്ച ആളുടെ ഖബറിൻ്റെ അരികിൽ ചെന്നിട്ടോ ചെല്ലാതെയോ തേടുന്നവരെ ഇയാൾ സഹായിക്കുന്നുവെങ്കിൽ അതൊരു സൽക്കർമ്മല്ലേ? അയാൾക്ക് കിട്ടേണ്ടതിൻ്റെ പ്രതിഫലം ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മൂന്ന് കാര്യത്തിൽ നിന്നല്ലാതെ ഇല്ല. അയാളുടെ ഖബറിങ്കിൽ വന്ന് തേടുന്നവർക്ക് ഉപകാരം ചെയ്തു കൊടുത്താൽ അത് സൽക്കർമ്മമാണ്, അതിൻ്റെ പ്രതിഫലം കൂടി അയാൾക്ക് കിട്ടണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, ഇത് മൂന്നേ കിട്ടൂ, അതല്ലാതെ മുറിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർ അള്ളാഹുവിലേക്ക് അടുപ്പം തേടുന്നവരാണ്. അവരവരുടെ കാര്യത്തിൽ ബേജാറിലാണ്, അവരുടെ അമലുകൾ എന്തായി എന്ന നിലക്ക്. അതുകൊണ്ട് മരണപ്പെട്ടവരോട് നീ റിസ്ക് തേടിയിട്ട് കാര്യമില്ല. അതിലും അപ്പുറം ബിംബങ്ങളോട്, അതല്ലാത്തവയോട് റിസ്ക് തേടിയിട്ട് കാര്യമില്ല. ഈ പാഠം അള്ളാഹുവിൻ്റെ റസാഖ് എന്ന പേരിലുണ്ട്. അതുപോലെയാണ് ഹറാമായ നിലക്ക് അള്ളാഹു നിശ്ചയിച്ച റിസ്ക് തേടാൻ നീ ശ്രമിക്കരുത് എന്ന പാഠം. ഒരിക്കലും ഹറാമായി സമ്പാദിച്ചതിൽ അള്ളാഹു ബറക്കത്ത് വെക്കുകയില്ല. അള്ളാഹു പലിശയെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്? യംഹഖുല്ലാഹു റിബാ വയുർബിസ്സദഖാത്ത്, അള്ളാഹു പലിശ തുടച്ചു നീക്കിയിരിക്കുന്നു. വയുർബിസ്സദഖാത്ത്, സദഖ അള്ളാഹു സുബ്ഹാനഹു വതആല വളർത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഒരാൾ ഹറാമായ നിലയ്ക്ക് എങ്ങനെ സമ്പാദിക്കാൻ ശ്രമിച്ചാലും, ആളുകളെ പറ്റിച്ചിട്ട് വഞ്ചിച്ചിട്ട് അങ്ങനെയൊക്കെ കുറേ പണമുണ്ടാക്കിയ ആളുകളെ നിങ്ങൾ നോക്കൂ, പുറമേക്ക് കാണാനുള്ള കാര്യമേ ഉള്ളൂ, അവൻ്റെ ഉള്ള് നീറുകയാണ്, ഒരിക്കലും അവന് സമാധാനം ലഭിക്കുകയില്ല. അതുപോലെ അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ പേരിലെ പാഠമാണ് നീ റിസ്കിൻ്റെ കാര്യത്തിൽ അമിതമായ ബേജാറ് പുലർത്തരുത്. അത് സമ്പാദിക്കുന്നതിനും സമ്പാദിച്ചത് നഷ്ടപ്പെട്ടു പോകുമോ എന്നതിലും. തന്നത് റബ്ബാണെങ്കിൽ സംരക്ഷിക്കേണ്ടത് റബ്ബാണ്, പോകാതെ നോക്കേണ്ടത് റബ്ബാണ്. ചില ആളുകൾക്ക് എൻ്റെ ജോലി ഇതെന്താണ്, ഇത് ഞാൻ അങ്ങനെ പോയാൽ ഇതെന്ത് സംഭവിക്കും, എൻ്റെ കച്ചവടം എന്താണിത്, ഇത് പോയാൽ എൻ്റെ കാര്യം എന്തായിരിക്കും. റബ്ബാണത് തന്നതെങ്കിൽ സഹോദര, റബ്ബാണത് സംരക്ഷിക്കേണ്ടത് എന്ന ബോധ്യവും നിനക്കുണ്ടാവുക. ശരിയാണ്, നീ എൻ്റെ ശരീരം കൊണ്ട് അത് നിലനിർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷെ കൽബ് അതിൽ അവലംബിക്കരുത്. കൽബ് അള്ളാഹുൽ അവലംബിക്കുക, കൽബ് അള്ളാഹുൽ അവനെ നീ തവക്കുലാക്കുക, അവനെ സൂക്ഷിക്കുക. റിസ്കിനുള്ള വലിയ വഴികളിലൊന്നാണെന്ത്? തഖ്വ. അള്ളാഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അള്ളാഹു അവന് പോം വഴി കാണിച്ചു കൊടുക്കും. എന്താണ് ബാക്കി? വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹുവിൻ്റെ റിസ്ക് നൽകും. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ വിചാരിക്കാത്ത വഴിയിലൂടെ, ഒരു വാതിൽ അടഞ്ഞു എന്ന് നീ വിചാരിക്കുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ 100 വാതിലുകൾ നിനക്ക് അപ്പുറത്ത് തുറന്നു വെച്ചിട്ടുണ്ടാവും. എത്ര മനുഷ്യർ കുടുങ്ങിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നിന്നിടത്തുനിന്ന് അള്ളാഹു അവരെ ഉയർത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു കച്ചവടക്കാരൻ, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതാണ്, അദ്ദേഹം 7 ബിസിനസ് തുടങ്ങിയെന്ന്. 7 ബിസിനസ് തുടങ്ങി, എന്നിട്ട് അതെല്ലാം തകർന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സമയമുണ്ടായി എന്നാണ്. എന്താണ്? അദ്ദേഹം ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ വരുന്നത്, ഭാര്യ പ്രസവിച്ചിരിക്കണം. അദ്ദേഹം കീശയിൽ നോക്കുമ്പോൾ ആ 10 രൂപ മാത്രമാണുള്ളത്, 10 രൂപ മാത്രം കയ്യിൽ. അങ്ങനെയുള്ള മനുഷ്യൻ, അതിനുശേഷം അള്ളാഹു റബ്ബുൽ ആലമീൻ അയാൾക്ക് മറ്റൊരു വഴി തുറന്നു കൊടുക്കാൻ, വേറൊരു കച്ചവടം അയാൾ തുടങ്ങുകയാണ്. അത് വലിയ രൂപത്തിൽ വിജയിച്ച് അയാൾ സമ്പത്ത് നേടാനും നല്ല വീടുണ്ടാക്കാനും ഒക്കെ ഒരാൾക്ക് സാധിച്ചു. അള്ളാഹുവിൻ്റെ റിസ്കിൻ്റെ വഴികൾ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു നൽകുന്ന വഴികൾ
അപ്രതീക്ഷിതമായിരിക്കും. അതുകൊണ്ട് അവനിൽ തവക്കുലാക്കുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനെ സൂക്ഷിക്കുക. ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസാഖ് എന്ന പേരിലെ പാഠങ്ങളാണ്. അവൻ ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവനാണ്. വഹുവ ഖൈറു റാസിഖീൻ, വഹുവ ഖൈറു റാസിഖീൻ. സൂറത്തു ജുമുഅ അള്ളാഹു അവസാനിപ്പിച്ച അങ്ങനല്ലേ, വഹുവ ഖൈറു റാസിഖ്, അവൻ ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവനാണ്. അള്ളാഹുവിനെ പോലെ അത് നൽകുന്ന മറ്റാരുമില്ല. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ പഠിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.